അടുത്തത് PFIയും RSSും ഒരേപോലെയാണോ എന്ന ചോദ്യത്തിൽ 1.25 മണിക്കൂർ അദ്ദേഹം തുടർച്ചയായിട്ട് ചർച്ച ചെയ്തു, തർക്കിച്ചു, വാശി കൂടി, ഡിറെയിൽ ചെയ്യാൻ നോക്കി. എല്ലാം ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? അവസാനം അതിന് തുല്യമായിട്ടുള്ള ഒരു പ്രസ്താവന റെസ്പോൺസിബിൾ ആയിട്ട് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് മറ്റാരും പറഞ്ഞിട്ടില്ല എന്നൊരു കാര്യം പറഞ്ഞു. വർഗീയവാദ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. സമാനമായിട്ടുള്ള മറ്റൊരു പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു, ആവാമെന്ന് പറഞ്ഞു, അവസാനമാണ് എന്ന് പറഞ്ഞു. നരേന്ദ്രമോദി വർഗീയവാദിയാണ്, മൻമോഹൻ സിംഗ് വർഗീയവാദിയാണ് എങ്കിൽ എന്ന് പറഞ്ഞു. RSSO എന്ന് ചോദിച്ചു. ആ പ്രസ്താവനയെ തിരുത്താത്ത കോൺഗ്രസ് വർഗീയവാദിയാണെങ്കിൽ RSSും BJPയും എല്ലാം വർഗീയവാദിയാണെന്ന് പറഞ്ഞു. ഇവരെ പേടിയാണോ എന്ന് ചോദിച്ചു. അമിത് ഷാ ഇതേപോലെ, നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാവുന്നതാണ് കേട്ടോ, പണ്ട് 4-5 കൊല്ലമായിട്ടുണ്ടാവും. അമിത് ഷാ ഇത് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ വീഡിയോ അവിടെ ഇപ്പോഴും 24 ന്യൂസിന്റെ ആർക്കൈവിൽ യൂട്യൂബിൽ ഉണ്ട്. അന്ന് അദ്ദേഹം വർഗീയവാദിയാണ് ആ പ്രസ്താവന പറഞ്ഞിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇതേപോലെ ക്യാമറ നോക്കി പറഞ്ഞിരിക്കുന്ന ആളിനെ വരട്ടാൻ നോക്കരുത്. അത്രേ ഉള്ളൂ. അപ്പം നമ്മള് നമ്മൾ 100% കുറച്ചും കൂടി ഗൃഹപാഠം ചെയ്തതിനു ശേഷം താങ്കൾക്ക് മുന്നിൽ ഒന്നും കൂടി ഞാൻ